ഓണമായിട്ട് ഇങ്ങനെ പോത്തുപോലെ കിടന്നുറങ്ങുക. ഛേ, ഇത് തന്നെ വീട്ടിലൊരു ദോഷമാണ്. സുബ്ലുമോനെ, സുബ്ലുമോനെ. കാലനല്ല, മാവേലിയാന്ന്. ആർട്ട് സ്പോർട്സ് ക്ലബിന്റെ ഓണാഘോഷ പരിപാടിക്ക് പോയതാ. തന്നെ എന്താ വാടക എടുത്തായിരുന്നോ? വാടക എടുത്തല്ല, എനിക്കാണ് സമ്മാനം. മാവേലി, ബെസ്റ്റ് മാവേലി. അവിടെ ഇരുന്ന കാണികൾക്കുണ്ടല്ലോ രോമങ്ങനെ എണീച്ച് നിന്നിങ്ങനെ. അവർക്കെന്തോ ഡെങ്കിപ്പനിയായിരുന്നോ? അല്ല, മാവേലിനെ കണ്ടിട്ട് ഭയങ്കര സാമ്യം. സമ്മാനം ഉണ്ടായിരുന്നു. എന്തോ തിന്നുണ്ടാക്കിയെന്ന്? അതോ, തിന്നാനൊന്നും സമയം കിട്ടിയില്ല. ഞാനേ ഇതിന് പോയി വന്ന് കിട്ടിയിട്ട് ഒരു പഴം കിട്ടിയിട്ടുണ്ട്. താനെന്തോ ഞാനെന്തോ ആനയോ പഴം തിന്നാൻ? പിന്നെ വേറൊരു കാര്യം, സമ്മാനത്തിന്റെ തുകയുണ്ട്. എത്ര രൂപ? 1001 ആവാനാണ് വഴി. അത് മണി ഓർഡർ ആയിട്ട് അയച്ചു തരാം. പോയത് മാവേലിയായിട്ട്? അല്ല, അത് എന്ന് വെച്ചാൽ ഭയങ്കര ജനപ്രവാഹമായിരുന്നു. ചൂട്. ഇത് ആരുടെ ഷൂവാ? അതെ, അവൻ മറ്റാ മിതിയടിക്ക് ഭയങ്കര വാടക ചോദിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല, എന്റെ സുപ്ലിമെന്റ് ചെരുപ്പുണ്ട്, ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അല്ല, ഇന്ന് ഊരാൻ പറയുന്നു. ഇന്ന് ഈ കാശൊക്കെ എനിക്ക് മുതലാക്കണം. ഇന്ന് ഓണം കഴിയുന്നവരെ ഈ ഡ്രസ്സ് മുഴുവൻ ഞാൻ ഇട്ട് നടക്കും. ഒരു മാവേലിനെ കൊണ്ട് അടുക്കളപ്പണി എടുപ്പിക്കാൻ പാടുണ്ടോ? മാവേലിയുടെ കിണ്ടി കിട്ടിയാൻ തെരിഞ്ഞപ്പോ വല്ല കഴിക്കൊണ്ടാക്കിയ പോയി. നളിനേ, നീ കണ്ടില്ലായിരുന്നു അയാള് ഫാൻസി ഡ്രസ്സും കെട്ടിപ്പിടുന്ന് ഇറങ്ങി പോകുന്നത്? നല്ല കോമാളിയായിട്ടുണ്ടല്ലേ അയാളെ. ഇവിടെ നമ്മള് ഈ ആഹാരം ഉണ്ടാക്കി കൊണ്ട് നിർത്തിയേക്കുന്ന എന്തോ മാവേലി കളിക്കാനാ? ഇവിടെ പുള്ളി എന്നൊന്നും ഇങ്ങനെ നടക്കാൻ പറ്റും. ഇവിടെ ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ ചെറിയ കലാപരിപാടികളൊക്കെ ഉണ്ടാവും. നാട്ടിൻപുറത്തൊക്കെ ജീവിച്ച ആൾക്കാർക്ക് ഇതൊക്കെ. നാളെ തൊട്ട് ക്ലബ്ബുകാർ ഇവിടെ ക്യൂന് നിൽക്കും മാവേലിയെ ബുക്ക് ചെയ്യാൻ. അയാളുടെ അഹങ്കാരം കണ്ടോ? അല്ല, അങ്ങനെ ആണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് കമ്മീഷൻ മേടിക്കും. അല്ല, അത് കൊള്ളാല്ല, നല്ല പരിപാടി. നല്ല സത്യം. 2 മാസത്തേക്കുള്ള ചെലവിനുള്ള കാശ്. അതെ, 2 അടിക്കാനുള്ള കാശും കിട്ടും. അത് പറഞ്ഞപ്പോഴാ ഓണമല്ലേ, സാധനം എടുക്കണ്ടേ? സാധനം എടുക്കണം, പക്ഷെ കാശില്ലല്ലോ. ഈ പുള്ളീനെ വാടക കൊടുത്താൽ കിട്ടുമോ? അതിപ്പോ കിട്ടത്തില്ലല്ലോ. ഇപ്പോഴത്തേക്കുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത് നിന്റെ ഉണ്ടോ? ഞാൻ കാര്യം ചെയ്യാം. ഞാൻ മുത്തുവിനടുത്ത് സംസാരിക്കാം. മുത്തുവിൻ്റെ അടുത്തും ഷെയർ ഉണ്ടെങ്കിൽ നീ എവിടുന്നേലും പൈസ ഒപ്പിര്. ഇക്കാര്യത്തിൽ ഞാൻ എങ്ങനെയെങ്കിലും പൈസ ഒപ്പിച്ച് വെക്കും. വെക്കണം. നിന്റെ ഇല്ലല്ലോ അല്ലേ? ശരി, ഞാൻ എവിടെന്നെങ്കിലും സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്ത് പൊന്നച്ഛ, എന്നോടൊന്നും തോന്നരുത്. അച്ഛനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. ഇനി അവള് കണ്ട അച്ഛനെ കത്തിച്ച് കളെ, അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അച്ഛൻ കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ മേളത്തെ വീട്ടിൽ പോയി താമസിക്കുക. ഒന്നും വിചാരിക്കില്ല കേട്ടോ. അച്ഛനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല കേട്ടോ. ശരി അച്ഛ. എടാ, ഞാനേ നിന്നെ അങ്ങോട്ട് വന്ന് കാണാനിരിക്കുമായിരുന്നു. എന്താ പറ്റി? ഞങ്ങളെ ഓണം പ്രമാണിച്ച് ക്ലീനിങ്ങിലാണ്. എൻ്റെ അച്ഛൻ്റെ കുറേ സാധനങ്ങളാണ്. ഇനി ഇതിവിടെ കണ്ട അവളെ എടുത്ത് കത്തിച്ച് കളെ. നമുക്ക് ആക്രിക്കാർക്ക് വിൽക്കാം. ആക്രിക്കാർക്ക് വിൽക്കാൻ ഇവിടെ സ്വഭാവം മാറും. ഇതെൻ്റെ അച്ഛൻ്റെ ഓർമ്മ സാധനങ്ങളാണ്. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യും, ഇത് കൊണ്ടുപോയി അവിടെ സൂക്ഷിച്ച് വെച്ചു. എന്നെ കൊണ്ട് വെക്കാക്കത്തില്ല. ആ പെണ്ണുമ്പിള്ള എടുത്ത് എവിടെയെങ്കിലും വിൽക്കും. നീ കൂടുതൽ ഡയലോഗ് പറഞ്ഞാൽ ഞാൻ ഇറക്കി വിടും. പറഞ്ഞേക്കാം. ഞാൻ പറയുന്നത് കേൾക്കുക, കേട്ടല്ലോ? ഇതേ സൂക്ഷിച്ച് വെക്കുക. പിന്നെ എൻ്റെ അമ്മാവും വരുന്നുണ്ട്. പുള്ളിയും പട്ടാളക്കാരനാണ്. സ്ട്രിക്റ്റ് എന്ന് വെച്ചാൽ മഹാ സ്ട്രിക്റ്റാ പുള്ളി. നിന്റെ വീട്ടിൽ സ്ട്രിക്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത് എനിക്കെന്തു? അതുകൊണ്ട് അവന്മാർ 2 പേരുണ്ടല്ലോ, അവന്മാരോട് അവിടുന്ന് മാറി താമസിക്കാൻ പറയണം കുറച്ച് ദിവസത്തേക്ക്. എൻ്റെ വീട്ടിൽ നിന്ന് എന്തിനാ അവന്മാർ മാറി താമസിക്കുന്നത്? എടാ, ഞാൻ ഇവിടെ ഇല്ല. ഞാൻ എൻ്റെ വൈഫിൻ്റെ വീട്ടിലോട്ട് പോവാ ഓണം ആഘോഷിക്കാൻ. അപ്പോൾ നീ വേണം ഇവിടുത്തെ എൻ്റെ അമ്മാവനെ നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. നിന്റെ അമ്മാവനെ നോക്കാൻ ഞാനൊരു ഹോം നേഴ്സോ? എടാ, നീ വാടകയൊന്നും തരുന്നില്ലല്ലോ. എടാ, എനിക്കൊരു സഹായം ചെയ്യടാ നീ. എടാ, സൂക്ഷിച്ചു നോക്കണം, തുറന്നു നോക്കരുത്. ചെല്ല്. നിങ്ങൾ മിണ്ടിയും പറഞ്ഞു വിട്ടിരുന്നാ പോരെ. എന്റെ കൂടെ എന്തിനാ വിടുന്നത്? അവള് കത്തിച്ച് കളി. ചെല്ലെടുത്തോണ്ട്. നിന്നെ കത്തിക്കേണ്ട സമയം കഴിഞ്ഞു. അച്ഛാ, ടാറ്റ. ജയ് ഹിന്ദ്. ഓണത്തിന് കള്ളു കുടിക്കാൻ ഷെയർ മേടിക്കാൻ പോയാ ഞാൻ പാക്കറിയും പൊതിക്കൊണ്ട് നടക്കും. പുല്ലുകൊണ്ട് വിൽക്കണം. എന്താ വല്ല തുരുത്തോ പോകുന്ന പൂച്ച വഴിയിലാൻ കൊണ്ടിടാൻ വേണ്ടി. താനാരാ? സാറാരാ? ഇവിടെ വന്നിട്ട് എന്നോട് ചോദിക്കണോ താനാരാണ്? ഇത് എന്റെ വീടാണ്. സാറും മുത്തുവിന്റെ അമ്മാവനല്ലേ? ഏത് മുത്തു? മുത്തുവിന്റെ അമ്മാവനെങ്കിൽ അമ്മാവനും ഒന്നുമല്ല ഞാൻ. ഇതെന്താ ഇങ്ങനെ യൂണിഫോം കെട്ടി യുദ്ധം കഴിഞ്ഞ് ഡയറക്റ്റ് വന്നേ? ചിലപ്പോ യുദ്ധം കഴിയോ അതിന് മുമ്പോ ചിലപ്പോ ഡയറക്റ്റ് ആയിട്ട് വരും. തനിക്ക് എന്താ ഇവിടെ കാര്യം? സാരി
എന്നെ അങ്ങനെ ഇരുത്താനൊന്നും നോക്കണ്ട. കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ. അല്ല സാറിനെ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വേണമെങ്കിൽ വെച്ച് വെടിവെക്കും, അവിടെ വെക്കണേന് വരും. കറക്റ്റ് പറഞ്ഞോ എന്താ കാര്യം. സാറേ പടം ചെയ്യാൻ വന്ന് പാവപ്പെട്ടവരാ, ഒന്നും ചെയ്യില്ല. കണ്ടിട്ടൊരു കല്യാണക്ഷണം പോലെ ഉണ്ടല്ലോ. ഇല്ല ഞാൻ പാവ ചേട്ടാ. എന്താണ് ഇത്തവണ ഓണത്തിനെന്താ പരിപാടിയൊന്നുമില്ലേ? ഓണത്തിന് ചേട്ടനെ കൊണ്ടുപോകാൻ പരിപാടിക്ക് മറ്റേ പുലിക്കളിക്കൊക്കെ കൊണ്ടുപോകാൻ വെടിവെപ്പുകാരൻ്റെ ഇതിന് ഈ ഡ്രസ്സിങ് ഇട്ടുകൊണ്ട് വന്നാൽ മതി. ഞാൻ ഈ വീടൊക്കെ കോയറി ഒന്ന് കണ്ടു. പക്ഷെ ഞങ്ങളൊക്കെ ഓണാഘോഷിച്ച പോലെ അല്ലല്ലോ, ഒരു വൃത്തിയൊന്നുമില്ലല്ലോ. ആരും നോക്കണല്ലോ മര്യാദയ്ക്കത്. അത് ഓണം വരുന്നല്ലോ, അപ്പോഴത്തേക്ക് ക്ലീൻ ആക്കാൻ. അടുത്ത ഓണത്തിനോ അത് ഈ ഓണത്തിനോ? ചെയ്യാം. പറയല് മാത്രമേ ഉള്ളൂ. എന്ത് വൃത്തിയായിട്ട് കിടന്ന വീടാണെന്നറിയോ? ഞാൻ അകത്തേക്ക് കയറി തിരിച്ച് അതേ സ്പീഡിൽ തന്നെ തിരിച്ചു കൂടുന്നു. എന്തോ പട്ടി വല്ലതും ഉണ്ടായിരുന്നു അകത്ത്? പട്ടിയല്ല, കയറി നോക്കാം, അപ്പൊ അറിയാം അതിന്റെ കാര്യം. ചേട്ടാ ഞാൻ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ ഒന്നും അല്ല, ചെയ്യാം. എന്ത് സൂപ്പർവൈസർ? ഇതിന് സൂപ്പർവൈസറിന്റെ കാര്യമൊന്നുമല്ല. മനുഷ്യൻ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് ക്ലീൻ ചെയ്യാം. മനസ്സിലായില്ലേ? ചെയ്യാം ചെയ്യാന്ന് പറയാം. ഇതെന്ത് തോക്കാ? തോക്ക് മാറ്റി. നീ കള്ളനടാ, നീ പൈസ അടിച്ചോണ്ട് മാറ്റിക്കൊണ്ടോ? ഞാനൊന്നും അടിച്ചു മാറ്റിയിട്ടൊന്നുമില്ല. സത്യം പറ. എനിക്കറിയാം, എവിടെ ഇരുന്നിട്ട് എനിക്കൊക്കെ കാണാം. അയ്യോ ഇല്ല എടാ, ഞാൻ അടിച്ചു മാറ്റിയിട്ടൊന്നുമില്ല. പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഇപ്പഴും വെടിവെച്ച് ശരിയാക്കും. അയ്യോ സുബു, ഞാൻ പോയേക്കോ, നീ എങ്ങനെയെങ്കിലും മാനേജ്. അടിക്കാനുള്ളതായിട്ടാണ് അവനെ. നീ ചായ ഇട്ടോണ്ടോടാ. സാർ ഇരി. പണ്ടാറ മടങ്ങാനൊക്കെ ഉണ്ട്. നീയൊന്നും അറിഞ്ഞില്ല, ഇവിടുത്തെ സൗണ്ട് ഒന്നും കേട്ടില്ലയോ? ഇല്ല. എന്റെ കൈക്ക് എന്ത് പറ്റി? അത് ചൂട് ചായ. അല്ലെങ്കിൽ ഞാൻ അത് പറയാൻ പറ്റുമായിരുന്നു, ചായ ഉണ്ടാക്കണം. ചായയോ? മറ്റേ അമ്മാവന് കൊടുക്കണം, പട്ടാളത്തിന്. പട്ടാളോ? ഏത് പട്ടാളം? ഇടിയാ മുത്തുവിന്റെ അമ്മാവല്ലേ, അയാളോടെ വന്ന്. അയാളെന്തിനാ ഇവിടെ വന്നിരിക്കും? താഴെ താമസിക്കാൻ വേണ്ടി മുത്തു ഇവിടെ നാട്ടിൽ പോവാന്നോ കറങ്ങാൻ പോവാന്നോ എന്തോ പറഞ്ഞു. നമ്മൾ അത്രയും നാളെ നോക്കണമെന്നപ്പം. അയ്യോ, എനിക്ക് പട്ടാളക്കാരെയൊക്കെ പേടിയാ. ഇപ്പൊ ഞാനെന്തോ ചെയ്യാക്കും? അവൻ നമ്മള് വാടക പോലും കൊടുക്കുന്നില്ല, നമ്മൾ ഈ വീട്ടിലല്ലേ താമസിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു ചായട്ട ഞങ്ങൾ കൊണ്ട് കൊടുത്തേ. ചായ ഇട്ട് തിരിക്കണ്ട, പക്ഷെ ഞാൻ കൊണ്ടേ കൊടുക്കൂല. അല്ല അയ്യോ വേണ്ട, നിറയെ തോക്കുണ്ട് മോളെ, നീ പോയി കഴിഞ്ഞാൽ ഒന്നും പറയത്തില്ല, കഷ്ടം കിട്ടും. നീ ഒന്നും ചെന്ന് കൊടുക്കും. ഞാൻ കൊടുക്കുന്നില്ല, മാമനെ കൊണ്ട് കൊടുപ്പിക്കാം. ചായ ഞാൻ എടുത്തു തരാം. ഓ ആ കിഴങ്ങൻ, അയാളെ വിളിക്കണ്ട, ഞാൻ കൊടുക്കൂല കേട്ടോ. നീ ഉണ്ടാക്ക്. കിഴങ്ങൻ എവിടെ പോയി കിടക്കുവാന്നുണ്ട്. ആർക്കാണ് 3 അടി മണ്ണ് വേണ്ടത്? ഇതെന്താ? ആരാ നമ്മുടെ നാമം ഇങ്ങനെ ഉച്ചരിച്ചത്? 3 അടി മണ്ണിലെ തന്നെ കുഴിച്ചടക്കേച്ച് തൈ വെക്കാനാ. അല്ല, ഇതെന്താ ഇങ്ങനെ? നന്നായില്ലേ? ഗംഭീരായിട്ടുണ്ട്. തൊട്ടട ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓണാഘോഷ പരിപാടിയിൽ ഞാനാണ് മാവേലി. എനിക്കാണ് ഫസ്റ്റ് പ്രൈസ്. ഈശ്വര, തീറ്റി മത്സരത്തിനായിരിക്കും. അതെ, ഇതൊക്കെ ഒന്ന് ഊരി വെച്ചിട്ട് വരുമോ? നമുക്ക് ഇവിടെ കോട്ട കണക്കിന് പണിയുണ്ട്. മാവേലി ഒന്നും ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഭോജന പരിപാലന പരിപാടിയിലേക്ക് കിടക്കായിരുന്നു. ഏയ്, മാം ഇന്ന് കലവറയിലേക്ക് കടക്കില്ല. ഒരു മാവേലിയെ കൊണ്ട്, ഒരു ചക്രവർത്തിയെ കൊണ്ട് അടുക്കളയിൽ ഇങ്ങനെ പാചകം ചെയ്യിക്കുന്നത് അന്യായമല്ലേ? ഞാൻ ചായ എടുത്തേ. ഇത് കൊടുത്തോ, ഞാൻ കുടിച്ചിട്ടില്ല, ഉണ്ടാക്കിയുള്ളൂ. മാം ചായ കുടിക്കില്ല, സോമരസം മാത്രമേ കഴിക്കാറുള്ളൂ ഇന്നത്തെ ദിവസം. അയ്യോ, ഇത് തനിക്കല്ല. കൊണ്ടു കൊടുക്കണോ? ആർക്ക്? അവിടെ ചെറിയൊരു പട്ടാളക്കാരൻ കാർഗിലിൽ നിന്ന് വന്ന് അവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്. ഞാൻ കൊടുക്കണോ? ഇന്ന് പിടിച്ചടി. അല്ല, കൊടുക്കാം. സോപരമോക്ക് വേണ്ടിയിട്ട് ഈ മാവേലി മാമൻ ചായ അല്ല, ചാരായം വരെ കൊടുക്കും. ചാരായം കൊടുത്ത് കൂറ്റിഞ്ഞ് ചായ കൊടുത്താൽ മതി കേട്ടോ. അയ്യോ, അല്ലേ കൊടുക്കട്ടെ, എക്സൈസുകാരെ വിളിക്കാം. ചെല്ലേ. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരണേ മാവേലി. മാം പോയിട്ട് വരാം. കിരീടം വെച്ച് ഇറങ്ങിയേക്ക ആൾക്കാരെ പറ്റിക്കാൻ. സാർ, ചായ. താനെന്താ ഈ വേഷത്തില്? ഇന്ന് ഓണമൊക്കെ അല്ലേ, അപ്പൊ അതുകൊണ്ട് ഈ മഹാന്റെ അത് ഫാൻസി ഇതൊക്കെ ഇടാന്ന് വിചാരിച്ചു. ഫാൻസിയാ? എന്താ മാഷേ പറയണേ? എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടാ. സാറേ, നല്ല ചായ ഞാൻ സ്വന്തം എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയതാ. സത്യം പറവായി, ഉടായിപ്പൻ്റെ അടുത്ത് വേണ്ട. നിങ്ങളല്ലാന്ന് എനിക്കറിയാം. ഞാനല്ല സാറേ, സോപനം കൊണ്ട് ഉണ്ടാക്കിയതാ. ഇതൊക്കെ ഞാനുണ്ടല്ലോ, പതുക്കെ എനിക്ക് മനസ്സിലാവേണ്ട ഓരോ കാര്യങ്ങളൊക്കെ. മേജർ സാറിൻ്റെ സാമ്പാറൂടെ കഴിച്ചിട്ടുണ്ടോ? തൈര് സാധം അതിൻ്റെ മേലേക്കാണ്. ഒന്ന് കഴിച്ച് നോക്കണം. തൻ്റെ തൈര് സാധനം കഴിക്കാനല്ല ഞാനിവിടെ വന്നേക്കണേ, മനസ്സിലായ? എല്ലാവരും കൂടെ വിളിച്ചേ, കുറെ കാര്യങ്ങൾ അറിയാനുണ്ട് ഇവിടെ. ഇതൊക്കെ ഞാൻ മോളിൽ നിന്ന് വല്ലതും കാണുന്നുണ്ട്. ഓ, വിളിക്കാം. ആ സാറ് കലിപ്പില്ല, വിളിക്കാം. വിളിക്കേ
എല്ലാവരും എത്തിയല്ലേ. എനിക്ക് ഇത്തവണ നല്ലവണ്ണം ഒന്ന് ഓണാഘോഷിക്കണമെന്നുണ്ട്. അതിനുള്ള വകയൊന്നും ഇവിടെ ഇല്ല. ഞാനൊരു കാര്യം പറഞ്ഞ അതേപോലെ തന്നെ വേണം. ആഘോഷിക്കാം, വേറെ വഴിയില്ല. കൊല്ലും അങ്ങര്. ഇന്ന് എത്രയും വേഗം പരിപാടി തുടങ്ങിക്കോ. ഈ വീട്ടിലൊരു ഉടായിപ്പം നടക്കൂല.